ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും കോവിഡ് വൈറസ് വ്യാപിക്കുകയാണ്. കേരളത്തിൽ വ്യാപനം കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഇവിടുത്തെ കോവിഡിൻ്റെ ബേസിക് ആയിട്ടുള്ള സിംറ്റംസും ലക്ഷണങ്ങളും അത് പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളുമാണ് ഈ വീഡിയോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിട്ട് കാണാം. ഇത് 27 മെയ് 2025 ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പം ഡേറ്റിനനുസരിച്ച് ഈ കേസുകളുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ വേരി ചെയ്യും. അപ്പം ഞാൻ ഇപ്പോഴത്തെ കണക്ക് പ്രകാരമാണ് നേരത്തെ പറഞ്ഞത് കേട്ടോ. ഫസ്റ്റ് നമുക്കുള്ള സിംറ്റം എന്ന് പറയുന്നത് ജലദോഷ പനിയുടെ ബേസിക് ആയിട്ടുള്ള സിംറ്റംസ് ആണ് ഇപ്പം എല്ലാവർക്കും കോവിഡിൽ കാണുന്നത്. പനി, മൂക്കൊലിപ്പ്, മൂക്കടുപ്പ്, തൊണ്ടവേദന, തലവേദന, മസിലിലുള്ള പെയിന്, കടുത്ത ക്ഷീണം, വയറ്റിലെ അസ്വസ്ഥത, കണ്ണിലുണ്ടാവുന്ന ചുവപ്പ്, ഓക്കാനം, ഛർദി, അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ബേസിക് ആയിട്ടുള്ളത്. ക്ഷീണം കുറച്ചും കൂടെ ഭയങ്കര സീരിയസ് ആയിട്ട് ഭയങ്കരമായിട്ട് ക്ഷീണം ഉണ്ട്. അപ്പോൾ ഇവയൊക്കെയാണ് മൈൽഡായിട്ട് കോവിഡ് ബാധിച്ചവർക്ക് കണ്ടുവരുന്ന ലക്ഷണങ്ങൾ. ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ നാം എന്തൊക്കെ ചെയ്യാം? നമ്മൾ പണ്ട് ചെയ്തിരുന്ന മറന്നുപോയ കുറച്ച് കാര്യങ്ങൾ ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. ഒന്ന്, തിരക്കേറിയ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ മാസ്ക് ധരിക്കുന്നൊരു പരിപാടി ഉണ്ടായിരുന്നല്ലോ, നമ്മൾ നിർത്തിയത്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് കുറച്ചും കൂടെ നല്ലതാണ്. പിന്നെ കൈകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കഴുകാം. സാനിറ്റൈസർ ഉണ്ടെങ്കിൽ അതൊക്കെ വാങ്ങിയിട്ട് സ്റ്റോക്ക് ചെയ്ത് യൂസ് ചെയ്യാം. പിന്നെ കൊതുകിനെ ഇപ്പൊ സൂക്ഷിക്കേണ്ട നല്ല കാര്യമാണ്. കാരണം ഇപ്പൊ കൊതുക് വളരെയധികം സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കോവിഡ് മാത്രമല്ല, ഡെങ്കു പനിയൊക്കെ ആയിട്ട് സ്പ്രെഡ് ആവും. അപ്പോൾ കൊതുക് പരക്കുന്നത് കൊതുകുകടിക്ക് ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ജലദോഷം പനിയൊക്കെ ഉള്ളവരടുത്ത് മാക്സിമം കോണ്ടാക്ട് ചെയ്യാതിരിക്കുക. കാണാം, പക്ഷെ മാക്സിമം കോണ്ടാക്ട് ഒഴിവാക്കുന്നതാണ് നല്ലത്. പിന്നെ പ്രതിരോധശേഷി കുറഞ്ഞ കുട്ടികൾ, വയസ്സായവര്, ഗർഭിണികൾ പോലെയുള്ളവരൊക്കെ പുറത്ത് സ്ഥലത്തൊക്കെ പോകുമ്പോൾ മാസ്ക് ധരിക്കുക. അസുഖങ്ങളൊക്കെ ഉള്ളവര് അങ്ങനെ പ്രത്യേകിച്ച് പുറത്ത് പോകാതിരിക്കാനും കുറച്ചൊക്കെ എക്സ്ട്രാ കെയർ ഒന്നും കൂടെ എടുക്കുന്നത് നല്ലതാണ്. പിന്നെ നമുക്ക് ഉള്ളവർ തന്നെ വൈറ്റമിൻ സി ഒക്കെ കഴിച്ച്, എഗ്ഗുകളൊക്കെ, മുട്ടയൊക്കെ നല്ലതാണ്. സിങ്കൊക്കെ ഉള്ളതുകൊണ്ട് പ്രതിരോധശേഷി കൂട്ടാൻ നല്ലതാണ്. അപ്പോൾ വൈറ്റമിൻ സിയും മുട്ടയൊക്കെ കഴിച്ചിട്ട് കുറച്ച് പ്രതിരോധശേഷിയൊക്കെ കൂട്ടിയിട്ട് ആരോഗ്യമായിട്ട് ഇരിക്കുകയും ചെയ്യാം. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഭയമല്ല വേണ്ടത്, ശ്രദ്ധയാണ് വേണ്ടത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രതിരോധശേഷിയെ പറ്റിയിട്ട് ഞാൻ കൂട്ടാൻ പറ്റിയ ഫുഡുകളൊക്കെ പറ്റിയിട്ട് മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ പനിയൊക്കെ ആകുമ്പോൾ എന്തൊക്കെ കഴിക്കാൻ പറ്റുന്നൊക്കെ. അപ്പോൾ അതൊക്കെ ആ വീഡിയോ ഒക്കെ കാണാം കേട്ടോ. താങ്ക് യു.